മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു സംഭവ കഥയാണ് പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഗ്രാമത്തിലെ ട്രേഡ് മാർക്കായിട്ടുള്ള ഒരു ഇലവ് മരത്തെക്കുറിച്ചാണ്. അത് ഇപ്പോഴും നല്ല യൗവനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭാവവും പ്രകൃതിയുമൊക്കെ കണ്ടാൽ അത് നിത്യ യൗവനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 60-65 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഒരു സംഭവ കഥ എൻ്റെ ഓർമ്മയിൽ വന്നതിപ്പോൾ അത് ഒന്ന് പങ്കുവയ്ക്കാം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്നതാണ്. അതെൻ്റെ ഒരു ഓർമ്മ മാത്രമാണ്. ഒരു 60-65 വർഷം ഉറപ്പായിട്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഈ ഇലവ് മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ മരത്തോട് ചേർന്ന് അഴകുള്ള ഒരു മാടക്കട ഉണ്ടായിരുന്നു. അത് കുഞ്ഞൂട്ടി അച്ചായൻ്റെ കടയായിരുന്നു. സാധാരണ സ്റ്റേഷനറി സാധനങ്ങൾ മാത്രം. അതിനടുത്ത് രവി അണ്ണൻ്റെ ഒരു ചായക്കട. മറുവശത്ത് MC റോഡിന് അഭിമുഖമായി ഓടിട്ട 3 മുറികളുള്ള മറ്റൊരു കടയും ഉണ്ട്. ഇതിലെ ഒന്നാമത്തെ മുറിയിൽ ഒരു മുറുക്കാൻ കട. അത് നടത്തുന്നത് കുഞ്ചാണ്ടി ചായൻ. ഏതു സമയവും ബീഡി തെറുത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഏതു സമയവും രക്തം കുടിച്ചിട്ടിരിക്കുന്നത് പോലെ ചുവന്ന ചുണ്ട് കാണാൻ ഒരഴകു തന്നെയാണ്. അടുത്തതൊരു ചായക്കട. അത് നടത്തുന്നത് മണിയൻ പിള്ളയും അയാളുടെ പിതാവും കൂടിയാണ്. തൊട്ടടുത്ത് തന്നെ അടുത്ത ചെറിയ ഒരു മുറിയുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ നാട്ടിലെ സകലമാന പേരുടെയും എഴുത്തുകളും മണി ഓർഡറുകളും ഉത്തരവുകളും ഒക്കെ എത്തുന്ന കരിക്കം പോസ്റ്റ് ഓഫീസ്. എന്നും രാവിലെ 9:30 ആകുമ്പോഴേക്കും അവിടെ കുറഞ്ഞത് 10-30 പേർ കത്തുകൾക്കും മറ്റുമായി കൂടി നിൽക്കും. മേൽഭാഗ് തുറന്ന് പോസ്റ്റ്മാൻ മണി സീലടിക്കുന്ന ശബ്ദം ഒരു ഡ്രമ്മിൽ അടിക്കുന്നത് പോലെ കേൾക്കാം. അന്ന് ഗൾഫുകാരും ഉണ്ടായിരുന്നില്ല. കുറേ പേർക്കൊക്കെ ഇല്ലൻറ്റും കവറും ഒക്കെ കിട്ടും. ചിലതെല്ലാം നെടുവീർപ്പോടെ കരഞ്ഞും പിഴിഞ്ഞും മൂക്ക് ചീറ്റിയും പോകും. ട്രേഡ് മാർക്കായ ഇലവ് മരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ വിഷമം തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് സമയത്തേക്ക് എൻ്റെ ആ ചെറുപ്പകാലത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. വള്ളിനിക്കറിട്ട് സൈക്കിളിൻ്റെ പഴയ ടയർ ഉരുട്ടുന്ന കാലത്തേക്ക് മനസ്സ് ഓടിപ്പോയി. ഈ ഇലവ് മരത്തിൻ്റെ വലിയ പൂക്കൾ അടർന്നു വീഴുന്നത് പെറുക്കിയെടുത്ത് വെയിലത്ത് ഉണക്കി അടുപ്പ് കത്തിക്കുമായിരുന്നു. വളരെയധികം ആളുകൾക്കും തണൽ നൽകിയിരുന്ന ആ മരത്തിൽ ആർക്കും കയറുവാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ ഒറ്റത്തടി ആകാരം കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഏതായാലും അതിന് ഇപ്പോൾ പുനർജന്മം ലഭിച്ചു. കോടതി ഇലവ് മരത്തിന് കശാപ്പ് ചെയ്യുവാൻ അനുവാദം നൽകിയില്ല. ഇപ്പോൾ അറിയുന്നു MC റോഡ് 4 വരി പാതയാക്കുന്നു എന്ന്. ആ MC റോഡിൻ്റെ ഇങ്ങേ അറ്റത്ത് NH-47 ചെന്ന് ചേരുന്ന ഭാഗത്തിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ MC റോഡ് വിട്ടുപോകുവാൻ ഇപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അത്രയ്ക്ക് MC റോഡിനോട് എന്തോ ഒരു ഇഷ്ടം വളരെ കൂടിപ്പോയി. അങ്ങനെ 4 വരി പാത വന്നാലും
ഇലവുമരം തല ഉയർത്തി തന്നെ അവിടെ നിൽക്കും എന്നാണ് കരുതുന്നത്. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. അത് ഒരു വലിയ നഷ്ടകഥയാണ്. ഇവിടെ രാവിലെ 7:10 വരുന്ന കൊട്ടാരക്കര ബസ്സിൽ കയറുവാൻ കുറേ പേർ കാത്തു നിൽക്കുന്നുണ്ടാവും. അതിനു മുൻപായി പാലുകാരൻ താമര സൈക്കിളിൽ പാലുമായി വരും. പാല് വാങ്ങുന്നവരും പാല് നൽകുന്നവരുമായി 2-3 പേരും ഉണ്ട്. അക്കൂട്ടത്തിൽ പാല് വാങ്ങാനായി ഒരു കൈയിൽ പാൽപാത്രവും കരുതി അങ്ങനെ ഞാനും നിൽക്കുമ്പോൾ താമര പാലുമായി സൈക്കിളിൽ വരുന്നു. അടുത്തെത്തിയതും എങ്ങനെയോ സ്ലിപ്പായി പാലും സൈക്കിളും റോഡിൽ മറിഞ്ഞു. പാല് പൂർണ്ണമായും MC റോഡിൽ ഒഴുകുന്നു. ആരൊക്കെയോ ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് പാല് നഷ്ടമായ ചിന്തയിൽ ഒരാൾ പറഞ്ഞു, കേട്ടോ കുഞ്ചാണ്ടിച്ചായ, എനിക്കും വലിയൊരു നഷ്ടമുണ്ടായി കുഞ്ചാണ്ടിച്ചായ. ഞാൻ ഇന്നലെ എൻ്റെ കണ്ടത്തിൽ കുറേ ചാമ്പലുകൾ വിതറിയിരുന്നു. ഇന്ന് അതിൻ്റെ സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കുവാൻ ചെന്നപ്പോഴല്ലേ കഥ. കുറേ കുണ്ടന്മാർ അവന്മാരുടെ കുതത്തിൽ ഈ ചാമ്പലുകൾ പറ്റിച്ചുകൊണ്ട് മറുകണ്ടങ്ങളിലേക്ക് ചാടുന്നു കുഞ്ചാണ്ടിച്ചായ. എന്തോ ഒരു നഷ്ടമാണ് ഉണ്ടായതെന്നറിയുമോ? കൊള്ളയല്ലേ കൊള്ള. കൊള്ള തന്നെയാണ് അവന്മാർ ചെയ്യുന്നത്. ചിലരൊക്കെ ചിരി സഹിക്കാനാവാതെ മുഖം മറയ്ക്കുന്നു, അടക്കി ചിരിക്കുന്നു. ആ നഷ്ടം എന്താണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായതേയില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ നഷ്ടക്കണക്ക് എനിക്ക് പിടികിട്ടിയത്. ഇലവുമരത്തിന് മോക്ഷം കിട്ടിയ വിവരം അറിഞ്ഞപ്പോൾ അറിയാതെ ഓർത്തുപോയതാണ്. എല്ലാം ഈ ഇലവുമരം ദൃക്സാക്ഷിയുമാണ്. ഇലവുമരത്തിൻ്റെ ചുവട്ടിൽ എത്രയോ പേർക്ക് അഭയം കൊടുത്തിരിക്കുന്നു. അവർ ഒളിഞ്ഞു നിന്ന് ശീതളപാനീയങ്ങൾ അകത്താക്കുവാൻ നല്ല സൗകര്യം കിട്ടിയിരുന്നു. അപ്പോൾ ഇലവുമരം ഒരു ഉപകാരി തന്നെ അല്ലേ? അങ്ങനെ ആരുടെയെല്ലാം കാര്യങ്ങൾ നേരിൽ കണ്ട് ചെറിയ ഒരു മന്ദഹാസത്തിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകിച്ചൊരു അഭിമാനം തോന്നുന്നു. ഈ ഇലവുമരത്തെക്കുറിച്ച് മറ്റു പലർക്കും പലതും ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാവും. ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്കുമുണ്ട് പറയുവാൻ. ഈ മറ്റൊരു വിഷയവുമായി പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുതേ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.